ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇതാ ഒരു സിമ്പിൾ ഡേ വ്ലോഗാണ് കേട്ടോ. മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഈവനിങ്ങിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ലോഗാണ്. പിന്നെ മോർണിംഗ് എന്ന് വെച്ചാൽ ഇതാ കുട്ടികൾക്ക് ക്ലാസ്സുള്ളൊരു ദിവസത്തെ മോർണിംഗ് കൂടിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇതാ കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലോ, മഴ കാരണത്താൽ ഇതാ റെഡ് അലേർട്ടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ അതിന് ശേഷമായിട്ട് ഇതാ ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ രണ്ടാളത് വിളിച്ചെണീപ്പിക്കുന്നതാണ് കേട്ടോ. എണീക്കാൻ പിന്നെ ഇന്നത്തെ പോലെയല്ല, ഇന്ന് കുറച്ചൊരു പാടന്നായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ 3-4 ദിവസം അടുപ്പിച്ച് ലീവായതുകൊണ്ട് ഭയങ്കര മടി കേട്ടോ. ഇന്നിപ്പോൾ എണീക്കാനൊക്കെ ഈ ഒരു ടൈമിലൊക്കെ നല്ല ഉറക്കിൻ്റെ സമയമല്ലായിരുന്നോ. അങ്ങനെ പിന്നെ ഇത് രണ്ടാളെ വിളിച്ചെണീപ്പിച്ചാണ്ട് പല്ല് തേക്കാനും കുളിക്കാനും ഇതിനൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വിട്ടേണ്. പിന്നെ ഞാനിതാ നേരെ യൂണിഫോമും ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ രണ്ടാളതും. പിന്നെ ഇന്ന് ചായക്ക് കടിയിട്ട് ഇതാ കട്ടിപ്പത്തിരി ആയിരുന്നു. കട്ടിപ്പത്തിരി അതുപോലെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനിത് താഴേക്ക് പോയപ്പോൾ അതാ കട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിത് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതായിരുന്നു. അതുപോലെ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്ട് ആണ് കേട്ടോ. പിന്നെ അവരെ വിളിക്കാനും അവരെ യൂണിഫോം അയൺ ചെയ്യാനും ഇതിനൊക്കെ നിൽക്കലുള്ളത്. അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചതിന് ശേഷം അവർക്ക് എല്ലാം എടുത്ത് കൊടുത്തതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ താഴേക്ക് വന്നിട്ട് ഇനിയിപ്പോൾ അവർക്ക് ചായയും കടിയൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. രണ്ടാളും മാറ്റിയൊക്കെ വന്നിങ്ങനെ ഇനി രണ്ടാക്കും അങ്ങനെ ഒരുമിച്ച് വാരി കൊടുക്കുന്നതാണ് കേട്ടോ. പത്തിരിയും കറിയൊക്കെ ആയിട്ട് അങ്ങനെ കുഴച്ചിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഇവരുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് വന്നിട്ട് നെയ്ച്ചോറ് അതുപോലെ ചിക്കൻ പൊരിച്ചതും പിന്നെ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നിപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്നാക്സായിട്ട് ബ്രെഡ് പൊരിച്ചതായിരുന്നു കേട്ടോ. ബ്രെഡ് കോഴിമുട്ടിയും അതുപോലെ പഞ്ചസാരയൊക്കെ ആയിട്ട് പഞ്ചസാര ഇട്ടിട്ട് പൊരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടെണ്ണം വീട് വെച്ചെടുത്തേക്കണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ അവരുടെ ലഞ്ച് ബോക്സും അതിൻ്റെ സ്നാക്സ് ബോക്സും കേട്ടോ. അങ്ങനെയെല്ലാം വെച്ച് കിറ്റിലൊക്കെ ആക്കിയിട്ട് പിന്നെ നേരെ നമ്മൾ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയിക്കലാണ് കേട്ടോ. പിന്നെ അവർക്ക് ടൈം ആകുമ്പോൾ അവിടെ വെച്ചാൽ പിന്നെ ഒരു മറക്കൂല. മറ്റിവിടെ കിച്ചണിലൊക്കെ വെക്കുന്നതാണെന്നില്ല ബസ് വരാൻ നേരത്തെ എടുക്കാതെ പോകും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നേരെ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയിക്കുന്നതാണ്. പിന്നെ ഒരു ബസ്സാണെങ്കിൽ 8-10 ആകുമ്പോൾ തന്നെ വരും. അപ്പോൾ ഇന്നത്തെ ഗേറ്റിൽ ഞാനായിരുന്നു കേട്ടോ പോയിട്ടുള്ളത്. മറ്റേ ഉപ്പാണ് ഇങ്ങനെ നോക്കിക്കല് ബസ് വരുന്നത്. ഇന്നിപ്പോൾ ഉപ്പ ചായ എടുക്കുന്നതുകൊണ്ട് പിന്നെ ഞാനാണ് കേട്ടോ ഓരോ ടൈമിൽ ഇങ്ങനെ ഓരോ രണ്ടാളെയും ബസ് കയറ്റി വിട്ടിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഇപ്പോൾ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ക്ലാസ്സൊക്കെ ഉള്ള ദിവസം ഇങ്ങനെ തന്നെ ആട്ടോ നമ്മളുടെ റൂട്ടീൻ ഇങ്ങനെ പോവല്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങിൽ ഇതാണ്ടോ ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളതിന് പിന്നെ കുട്ടികളൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരാനായിട്ടോ. അപ്പോൾ അവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കിച്ചണിക്ക് പോയതായിരുന്നു. അപ്പോൾ സമൂസ ഷീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ചിക്കൻ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ചിക്കൻ ഇല്ലാത്ത സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടാണ്ട് പിന്നെ എഗ്ഗും ഉണ്ടായിരുന്നു. അങ്ങനെ എഗ്ഗ് പുഴുങ്ങാൻ വെച്ചു. പിന്നെ അതിലേക്ക് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് 2 ഉള്ളി, ഒരു വലിയ ക്യാരറ്റ് അതുപോലെ പൊട്ടറ്റോ ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം കേട്ടോ. അതിലേക്ക് ഇതൊരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചും കൂടി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു മസാലക്കൂട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കോഴിമുട്ട പുഴുങ്ങിയതുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കരമായിട്ട് മിക്സ് ആക്കാതെ നല്ല നൈസായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഉടയാതിരിക്കാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ സമൂസ ഫില്ലിങ്ങൊക്കെ റെഡിയായപ്പോഴേക്കും കുട്ടികളൊക്കെ ക്ലാസ്സിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. പിന്നെ നേരത്തെ കിച്ചൺ കണ്ടു വന്ന പാടന്നെ വന്നിട്ടുള്ളത്. എൻ്റെ സൗണ്ടും പിന്നെ ഉണ്ടാക്കുന്ന സ്മെല്ലൊക്കെ കേട്ടപ്പോൾ എന്തും ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ്ടോ നേരെ വന്നിട്ടുള്ളത് തന്നെ. പിന്നെ സോയ ഉണ്ടായിരുന്നു കിച്ചണിൽ. അപ്പോൾ സോയനായിട്ട് പിന്നെ അങ്ങനെ ഒരു മുകൾക്ക് പോയിട്ടാണ് കുളിക്കാനും ഇതിനൊക്കെ ആയിട്ട്. വേഗം കുളിച്ചിട്ട് വരികപ്പോഴേക്കും സമൂസൊക്കെ റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരതങ്ങനെ കുളിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞയച്ചിങ്ങനെ. ഇനിയിപ്പോൾ സമൂസേൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ. പിന്നെ മുറ്റത്ത് നോക്കിയപ്പോൾ നല്ലൊരു മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇന്നങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. രാവിലെ മുതലേ ഒരു മഴയില്ല, ഒരു വെയിലോ ഭയങ്കര വെയിലോ അല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു മഴക്കാറും ഒരു ചെറുതായിട്ടൊരു ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. പെയ്താലും നല്ല രസമായിരിക്കും ഇങ്ങനെ വിചാരിച്ചിട്ടോ. കാരണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഈവനിങ്ങിൽ കഴിക്കുമ്പോൾ രസമാണല്ലോ. മഴയും കണ്ട് ഇങ്ങനെ കട്ടൻ ചായ പിന്നെ ഇങ്ങനെ പൊരിക്കടിക്ക് ഇങ്ങനെ കൂടെ കഴിക്കുമ്പോൾ നല്ല രസമാണ്.
അങ്ങനെ പിന്നെ ഇതാ സമൂസൊക്കെ എല്ലതും ഇതാ പൊരിച്ചെടുത്ത്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സമൂസൊക്കെ എല്ലതും പൊരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ ചെറിയൊരു മയം പെയ്തിരുന്നു നമ്മൾ ചായ കുടിക്കാൻ നേരത്തെ കേട്ടോ. പിന്നെ കുട്ടികളിത് വിളിച്ചിട്ട് ഇതാ ചായക്ക് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സമൂസയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അതുപോലെ ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതലുണ്ടാവും കേട്ടോ. ഇതുപോലെ നമുക്കിഷ്ടം പോലെ ഷീറ്റിൽ അങ്ങനെ മസാലയും കുറേ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഫിൽ ചെയ്തിട്ട് വെക്കാമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എഗ്ഗ് വെച്ചിട്ടുണ്ടാക്കിയതാണേലും നല്ല രസമുണ്ടായിരുന്നു. എഗ്ഗ് വിത്ത് വെജിറ്റബിൾസും കൂടി മിക്സ്ഡ് ആയിരുന്നല്ലോ. അങ്ങനെ പിന്നെ ഇതാ കുട്ടികളെ കുളിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ ചായ കുടിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഉമ്മയും ഇപ്പം പുറത്ത് പോയിക്കണം. അപ്പോൾ ഞാനും മോൾസും അതുപോലെ സിക്കു പിന്നെ ഹയ പപ്പൂസ് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ ചായ കുടിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഓളിത് സമൂസ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എല്ലാവരും കഴിക്കുന്നത് കാണുമ്പോൾ വലിയ ആവശ്യമാണ്, ഇങ്ങനെ വാങ്ങിയാണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ സമൂസക്ക് വേണ്ടിയിട്ട് പൊങ്ങിയിട്ടുള്ള ആ ഒരു എഗ്ഗ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനൊന്നതാ ഞാൻ ഓൾക്ക് വെച്ച് തന്നെ ആയിരുന്നു കേട്ടോ. ഓൾ കഴിക്കില്ലാന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ അതാ പൊങ്ങിയ എഗ്ഗും പാലും കൂടി ആയിട്ട് ഓൾക്ക് കൊടുക്കുന്നതാണ്. പിന്നെ ഓൾക്ക് എഗ്ഗ് കയ്യിൽ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എന്നോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഓവറാക്കി കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് വാങ്ങിയിട്ട് അങ്ങനെ അതൊക്കെ കൊടുത്തിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ ഈവനിങ്ങിലെ വിശേഷങ്ങളൊക്കെ. പിന്നെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഓരോ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ പോയിട്ട് അവർക്ക് എഴുതാൻ കുറച്ച് ഹോംവർക്ക്സ് ഒക്കെ ഉണ്ടാവും. മദ്രസത്തതും സ്കൂളത്തൊക്കെ ആയിട്ട് കുറച്ചധികം ഉണ്ടാവും. രണ്ടും കൂടി വരുമ്പോൾ എല്ലാ സബ്ജക്റ്റും കൂടി ആകുമ്പോൾ കുറച്ചധികം ഉണ്ടാവും എഴുതാനൊക്കെ ആയിട്ട്. എല്ലാ സബ്ജക്റ്റൊന്നും എഴുതാണ്ടാവില്ല ദിവസമൊന്നും, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇല്ലാതിരിക്കില്ല. അപ്പോൾ അതിപ്പോൾ ഇതാ വൈകുന്നേരം തന്നെ എഴുതിയൊക്കെയാണ്. മറ്റേ രാത്രി ഒന്നിനും ടൈം ഉണ്ടാവില്ല കേട്ടോ. രാത്രി എഴുതാൻ നിന്നാൽ പിന്നെ അതിനേ സമയം ഉണ്ടാവുള്ളൂ. പുസ്തകം ഒന്ന് മറിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരം അതൊക്കെ എഴുതിയിട്ട് പിന്നെ അങ്ങനെ പോയി കളിക്കും. അപ്പോൾ ഈവനിങ്ങിൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു. ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. വ്ലോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, താങ്ക് യു.